Hi, this video is all about Grey Rock method. ഈ ഗ്രേ റോക്ക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പലപ്പോഴായിട്ട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഹൗ ടു ഡീൽ വിത്ത് എ നാർസിസ്റ്റിക് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഹൗ ടു ഡീൽ വിത്ത് എ മാനിപ്പുലേറ്റീവ് പേഴ്സൺ എന്നൊക്കെ. സോ ദിസ് സ്ട്രാറ്റജി ഈസ് നോട്ട് ഫോർ ടു ചേഞ്ച് ദെയർ ബിഹേവിയർ ബട്ട് ഇറ്റ്സ് ആക്ച്വലി ടു പ്രിസർവ് അവർ മെന്റൽ ഹെൽത്ത് ഫ്രം ദം. അല്ലെങ്കിൽ അവരുടെ ഒരു മാനിപ്പുലേറ്റീവ് ബിഹേവിയറിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്നൊക്കെ എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം എന്നാണ് ബേസിക്കലി ഈ ഒരു സ്ട്രാറ്റജി പറയുന്നത്. ഗ്രേ റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഫീൽ ചെയ്യുക? പ്രത്യേകിച്ച് അട്രാക്റ്റീവ് ഫീച്ചർ ഒന്നും ഇല്ലാത്ത ഒരു ഒബ്ജക്റ്റ്. സോ അതുപോലെ നമ്മളും അവരുടെ അടുത്ത് നമ്മളൊന്ന് പോർട്രേ ചെയ്യണം എന്നാണ് പറയുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ അവരോട് എപ്പോഴും ഒരു മിനിമൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നിർത്തണം. അതായത് അവർ എന്നോയിൽ ചോദിച്ചാൽ തന്നെ അതിനുള്ള റെസ്പോൺസസ് ഒരു സെന്റൻസിലോ ഒന്നോ രണ്ടോ സെന്റൻസിൽ ഒതുക്കാൻ നോക്കണം. അല്ലെങ്കിൽ നമ്മളൊരു നോഡിങ് വഴിയോ അല്ലെങ്കിൽ ഒരു ആ റെസ്പോൺസ് വെച്ച് ബേസിക്കലി ഒരു അൺഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബോറിംഗ് ആയിട്ടുള്ള ഒരു റെസ്പോൺസസ് അവർക്ക് കൊടുക്കണം എന്നാണ് പറയുക. രണ്ടാമത് ടൂ മച്ച് ആയിട്ടുള്ള ഇമോഷണൽ റെസ്പോൺസസ് ഒന്നും അവർക്ക് കൊടുക്കരുത്. ഇപ്പം നമ്മൾ അവരെ ഹേർട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ മുമ്പിൽ ഇരുന്ന് കരയുക, അവരോട് കുറേയും കൂടെ ഓക്കെ ആവാൻ പറയുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അത് ഇറ്റ്സെൽഫ് ഒരു ട്രിഗറിംഗ് ഫാക്ടർ ആയിട്ട് വർക്ക് ചെയ്യാണ്. അവർ വീണ്ടും നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ഇമോഷണൽ റെസ്പോൺസസ് ഒക്കെ കുറെ അവരുടെ അടുത്ത് പോയി കാണിക്കുന്നത് അബദ്ധത്തിലാണ് നമ്മൾ ചെന്ന് ചാടുക. പിന്നെ ടൂ മച്ച് കൺഫ്രണ്ടേഷനിലാവരുത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ അവർ നമ്മളോട് തന്നെയുള്ള ഒരു ഇന്ററാക്ഷൻ പാറ്റേൺ പയ്യെ നമ്മൾ ഒന്ന് കുറയ്ക്കുന്നതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യും. നമ്മുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആയിട്ടിരിക്കാനും സാധിക്കും.